നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാറോ. ഓക്കെ, ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചൊരു ഭയമുണ്ട് എന്ന് പറയാം. ഓക്കെ, അതായത് ഈ ബന്ധത്തിൽ അവർക്കൊരു ഭയമുണ്ട്. ബന്ധത്തിലുള്ള ഭയം തന്നെയാണ്. ആൻഡ് നിങ്ങളെക്കുറിച്ചും അവർക്കൊരു ചെറിയൊരു ഭയമുണ്ട് അവരുള്ളിൽ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കാരണം ഇപ്പം നിങ്ങളുടെ അടുത്ത് അടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവർ ചിലപ്പോൾ ഒന്ന് മാറി നിൽക്കുന്നു, അകന്ന് നിൽക്കുന്നു, പല റീസൺ കൊണ്ടും എന്നൊക്കെ പറയില്ലേ. സോ അത് ഒരു ഭയം കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതെന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളെക്കുറിച്ചും ആവാം, ഓക്കെ, വേറെയും ചില കാര്യങ്ങളായിരിക്കും. അവർ മനസ്സിലുള്ള ഭയങ്ങൾ ഈ ബന്ധത്തിൽ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതൊരു ലെറ്റ്സ് സീ. അതായത് ഈ ബന്ധത്തിൽ നിന്ന് നിങ്ങളിൽ നിന്ന് ഒരു അല്പം അകൽച്ചയൊക്കെ വയ്ക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഭയം എന്താണ്, അവരുടെ മനസ്സിൽ എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, ഇറ്റ്സ് വോൺസ്. അതിൽ ഞാൻ കുറേ കാർഡ്സ് ചിലപ്പോൾ മറക്കേണ്ടി വരും. ഇതിലുള്ള ഇമേജസ് അങ്ങനെയാണ്. സോ ഏതൊക്കെയാണെന്ന് അറിയില്ല, നോക്കാം. ഇറ്റ്സ് വോൺസ് സൺ, 5 swords, Ace of Swords അവിടെയുണ്ട്. ഓക്കെ ഓക്കെ, ഓരോന്നായിട്ട് പറഞ്ഞു പോകാം നമുക്ക്. സോറി, ഓക്കെ, കണ്ടില്ലല്ലോ, ഐ ഹോപ്പ് നോട്ട്. ഓക്കെ, ഓരോ കാർഡ് ഇവിടെ മറക്കേണ്ട അവസ്ഥയാണ്. ഇതിലൊക്കെ യൂട്യൂബിന് ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണ്, ഇപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ, എനിവേ ഇവിടെ പറയുന്നത് ഏസ് ഓഫ് വോൺസ്, സൺ ആൻഡ് ഓക്കെ, ഐ തിങ്ക് നിങ്ങളെക്കുറിച്ച് അവർക്ക് നിങ്ങളുമായിട്ടൊരു വളരെയധികം നിങ്ങളോട് പാഷൻ ഉണ്ട്, നിങ്ങളോട് അട്രാക്ഷൻ ഉണ്ട്. നിങ്ങളുമായിട്ട് ശരിക്കും അവരൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ബന്ധത്തിന് ശരിക്കും ഒരു പ്രോപ്പറായിട്ട് മാരേജിലേക്ക് എത്തിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങളെ അവരുടെ ലൈഫിൽ നിങ്ങളുമായിട്ട് ശരിക്കും ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, മെയിനായിട്ട് തടസ്സം സൺ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം എന്തെങ്കിലും പുറത്ത് വരാം, എന്തെങ്കിലും അറിയാം, എല്ലാവരും അറിയാം. ഓക്കെ, എല്ലാവരും അറിയുന്ന രീതിയിൽ മേ ബി നിങ്ങൾ തമ്മിലൊരു സീക്രട്ട് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇപ്പോൾ അതായിരിക്കാം ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള എന്തെങ്കിലും റിലേഷൻഷിപ്സ് ആയിരിക്കാം. ഓക്കെ, മേ ബി റിലീജിയൻ വേറെ, ഫാമിലി സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ മാരീഡ്, നിങ്ങൾ മാരീഡ്. സോ അങ്ങനത്തെ എന്ത് സിറ്റുവേഷനും ആവാം. സോ ഇവിടെ എവിടെയോ അവരുടെ ഉള്ളിൽ ഒരു പേടി എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാവും എന്ന രീതിയിൽ അവർക്ക് ചിന്തയുണ്ട്. ഓക്കെ, ഇവിടെ മെയിൻ കാര്യം അതാണ് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. അവർക്ക് ആഗ്രഹമുണ്ട്, യെസ്, ഒരു നിങ്ങളുമായിട്ട് മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുക്കണം, അല്ലെങ്കിൽ മുന്നോട്ട് ശരിക്കും നിങ്ങളെ അവരുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ അവർക്ക് അതിനെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് പറയുക, അല്ലെങ്കിൽ എല്ലാവരും അറിഞ്ഞുകൊണ്ട് ഒരു ബന്ധത്തിന് നമ്മൾ ഇറങ്ങി പുറപ്പെടുക എന്ന് ചെയ്തു കഴിഞ്ഞാൽ തടസ്സങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, കോൺഫ്ലിക്റ്റ് വരും എന്ന രീതിയിൽ. അതിപ്പോൾ ഫാമിലിയുടെ ഭാഗത്തു നിന്നായിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നായിരിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള അംഗീകരിക്കില്ല എന്നല്ലെങ്കിൽ സോറി അങ്ങനെ വല്ലതും ആണെങ്കിൽ അതിനെ ആ ഒരു കോൺഫ്ലിക്റ്റിനെ അവർക്ക് മെയിനായിട്ട് ഇവിടെ പേടിയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, വേറെ എന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, വേറെ നിങ്ങളെക്കുറിച്ച് ഉള്ള ഒരു ഭയം കൂടി എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു, അതുകൂടി ഞാൻ ചെക്ക് ചെയ്യും. ഓക്കെ, മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം മറ്റൊരു എല്ലാവരും അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവരെ സ്വീകരിക്കണം, നിങ്ങളെ സ്വീകരിക്കണം. അതെല്ലാവർക്കും അല്ല പറയുന്നത് കേട്ടോ, കുറച്ച് പേർക്കെങ്കിലും. ഓക്കെ, മേ ബി സോ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ, പുറമേ അറിഞ്ഞു കഴിഞ്ഞാൽ, പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു പ്രശ്നം വരും എന്നവർക്ക് നല്ല ഭയമുണ്ട്. ഓക്കെ, ആൻഡ് വേൾഡ് കാർഡ്, 2 swords. ഓക്കെ, 7 of wands. അഗൈൻ ഇതൊരു സ്റ്റാൻഡ് എടുക്കുന്ന കാര്യം തന്നെയാണ് വീണ്ടും എനിക്ക് കാണുന്നത്. ഓക്കെ, ഇവിടെ ഒരു ചോയ്സിൻ്റെ കാര്യമുണ്ട്. അതായത് അവരൊരു തീരുമാനം എടുക്കാനുണ്ട്, ആ ഡിസിഷൻ എടുക്കാനും അവർക്കൊരു ഭയമുണ്ട്. ഫേറ്റ്. ഓക്കെ ഓക്കെ, അഗൈൻ നിങ്ങളെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണമെന്നുണ്ട്. അഗൈൻ ഇവിടെ നമുക്ക് വേൾഡ് എന്ന് പറയുമ്പോഴും നമ്മളൊരു സെലിബ്രേഷനെ കുറിച്ചാണ് പറയാറ്, അല്ലെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ്സിനെ കുറിച്ചാണ് പറയാറ്, സക്സസ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്ന രീതിക്കൊക്കെയാണ്. പക്ഷേ ആ ഒരു ചോയ്സ് അഗൈൻ അവരൊരു തീരുമാനം എടുക്കാൻ, എന്താണ് വേണ്ടത് എന്നൊരു ഡിസിഷൻ എടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ബിക്കോസ് അഗൈൻ ഇവിടെ സ്റ്റാൻഡ് എടുക്കുന്ന കാര്യം കാണുന്നുണ്ട്. സോ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കാൻ ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അഗൈൻ ഇവിടെ വിധിയുടെ കാര്യം, ഫെയ്റ്റിൻ്റെ കാര്യം കാണുന്നുണ്ട്. സോ മേ ബി നമ്മൾ പറയില്ലേ റോങ് ടൈം എന്നൊക്കെ പറയും. ആക്ച്വലി ഇതൊക്കെ എനിക്ക് സമയത്തിൻ്റെ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. സോ അവർക്ക് തോന്നുന്നത് റോങ് ടൈമാണ്, ഇപ്പം അതിനുള്ള റൈറ്റ് ടൈം ആയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്ത സമയം ശരിയല്ല എന്ന രീതിക്ക് അവർക്ക് തോന്നുന്നുണ്ടാവാം. സോ മേ ബി അവർ മാരീഡ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ റിലീജിയൻ കാസ്റ്റ് ഒക്കെ ആണെങ്കിൽ അവർക്ക് തോന്നുന്നുണ്ടാവാം
തോന്നുന്നുണ്ട് എന്നിട്ട് നമ്മൾ കണ്ടുമുട്ടിയ ഒരു സാഹചര്യം ശരിയല്ല എന്ന രീതിക്ക് അവർക്ക് തോന്നുന്നുണ്ടാവാം. സോ ഇവിടെ സാഹചര്യത്തിനെ പൊരുതി ജയിക്കാനും ഐ തിങ്ക് അവർക്ക് സാധിക്കില്ല. ഓക്കെ, അവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കാനും അവർക്ക് കഴിയാത്തൊരു ഫീലിംഗ് ആണ് എനിക്ക് വരുന്നത്. എവിടെയോ ഒരു വിധി എന്ന രീതിയിൽ എനിക്ക് കാണുന്നുണ്ട്, ഫെയ്റ്റ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. സോ അവരുടെ മനസ്സിൽ അവർക്ക് തോന്നുന്നത്, അതായത് വിധി നമ്മളെ ഒന്നിക്കാൻ അനുവദിക്കില്ല എന്ന രീതിക്ക് ഒരു ചിന്തയും അവരുള്ളിൽ ഉണ്ടാവാം. സോ ഒരു ഡിസിഷൻ, ഒരു സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ അവർക്ക് സാധിക്കാത്ത പോലെയാണ് തോന്നുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. Seven of Swords, Ten of Swords, Princess of Swords. ഓക്കെ, ഡെഫിനറ്റ്ലി തേർഡ് പാർട്ടി എനർജി വരുന്നുണ്ട് എനിക്കിവിടെ. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ലൈഫിൽ വേറെ വ്യക്തി ഉണ്ടാവാം, അവരുടെ ലൈഫിലുണ്ടാവാം. സോ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയ സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, ഒരു നല്ലൊരു ആപ്റ്റായിട്ടുള്ളൊരു സമയമല്ല. ഓക്കെ, അതൊരു കാര്യം. പോരാത്തതിന് ഇവിടെ നിങ്ങളെ ഒരു ചീറ്റിംഗ് എൻഡിങ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. സോ അതും ഒരു കാര്യമുണ്ട്. സോ നിങ്ങളുടെ പേഴ്സൺ ഓക്കെ, എവിടെയോ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്ത് അല്പം മാറിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരുള്ളിൽ ഒരു ഫിയർ എന്താ. ഓക്കെ, മേ ബി അവരെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ, യെസ് ഓക്കെ ഓക്കെ സോറി, ആ ഒരു സിറ്റുവേഷൻ ഞാൻ വിട്ടുപോയി. ഓക്കെ, അവരെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ ചിലപ്പോൾ നിങ്ങൾ വഴക്ക് അല്ലെങ്കിൽ നിങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കും എന്ന രീതിക്കുമായിരിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വരുമെന്നും അവർ ചിന്തിക്കുന്നുണ്ടാവും. സോ അതിനെ അവർ ഹൈഡ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ കാര്യങ്ങൾ നിങ്ങൾ അറിയരുത് പൂർണ്ണമായിട്ട് എന്ന രീതിയിൽ. ഓക്കെ, അവിടെയും ആ ഒരു ഹൈഡിങ് കൂടി എനിക്ക് കാണുന്നുണ്ട്. സോ ഇവിടെ നിങ്ങളുടെ അടുത്ത് ഒന്നുമില്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത് കാണാം, എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്നൊരു മിസ്റ്റേക്ക് പറ്റി കാണാം, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയുമായിരിക്കും തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളത് അറിയായിരിക്കും. ബട്ട് എവിടെയോ ഒരു ചീറ്റിംഗ് എനർജിയാണ് എനിക്ക് കൂടുതൽ വരുന്നത്. സോ മേ ബി നിങ്ങളിപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ വാക്ക് തന്നിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാം, അങ്ങനെയാവാം. ഓക്കെ, മേ ബി നിങ്ങളോട് വാക്ക് തന്നു, അത് പാലിക്കാൻ പറ്റുന്നില്ല അവർക്ക്. ഓക്കെ, സോ അതും അവർ നിങ്ങളുടെ മുമ്പിൽ തുറന്നു പറയാനുള്ള ഒരു പേടി ഉണ്ടാവും. അത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളോട് ശരിക്കും അങ്ങനെ ക്ലിയർ ആയിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി നിങ്ങളവിടെ പ്രശ്നം ഉണ്ടാക്കും എന്ന രീതിക്കായിരിക്കാം. ആൻഡ് ഇവിടെ എനിക്ക് വാച്ചിങ് എനർജി കാണുന്നുണ്ട്. സോ മേ ബി അവർ ഏതെങ്കിലും സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടാവാം. നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് അവർ. ഓക്കെ, നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ പേഴ്സണിനെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നു എന്ന രീതിക്കുമായിരിക്കാം. അവരൊരു കൺട്രോൾഡ് ഇതിൽ നിൽക്കുന്നതായിരിക്കാം. ബട്ട് അതൊന്നും അവർ ചിലപ്പോൾ നിങ്ങളോട് തുറന്ന് പറയുന്നുണ്ടാവില്ല. ഇതിങ്ങനെയാണ് സിറ്റുവേഷൻ എന്ന് ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവില്ല. പിന്നെ ഇവിടെ ആ ഒരു ചീറ്റിംഗ് ഹൈഡിങ് എനർജി എനിക്ക് നല്ലോണം വരുന്നുണ്ട്. സോ അതിനെ മറയ്ക്കാൻ വേണ്ടി കൂടി ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളടുത്ത് മാറി നിൽക്കുന്നത്. ഓക്കെ, എന്നിട്ട് അവർ എന്തെങ്കിലും ചെയ്തു പോയ തെറ്റുകൾ, ഓക്കെ, അത് നിങ്ങൾ അറിയോ എന്നുള്ളൊരു പേടി കൂടിയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഭയം എന്തെങ്കിലും അവർ മനസ്സിൽ, എനിക്ക് എന്തോ അങ്ങനെ ഒരു ക്വസ്റ്റനാണ് വന്നത്. ലെറ്റ്സ് സീ. ഓക്കെ, 8 of Cups, 3 of Wands, King of Cups. സി ഐ തിങ്ക് നിങ്ങളെക്കുറിച്ചുള്ളൊരു ഭയം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വന്നു. സോ ഇവിടെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളവരെ വിട്ടുപോവോ എന്ന രീതിക്കൊരു പേഴ്സൻ്റെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ട്. സി നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ആക്ച്വലി അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അവർക്ക് ഇവിടെ നിങ്ങളുടെ ആ ഒരു സ്നേഹം എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. മേ ബി അവരെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായി ശരിക്കും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അവർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു പേടിയുണ്ട്, അതായത് നിങ്ങൾ അവരെ വിട്ടുപോവോ എന്നുള്ളൊരു പേടിയുണ്ട്, എന്നൊരു ഭയമുണ്ട്. എൻ്റെ ഇവിടെ അവർ എങ്ങനെയെങ്കിലും നിങ്ങളെ അവരെ ലൈഫിൽ വെക്കാനുള്ള ഒരാഗ്രഹം എനിക്ക് കാണുന്നുണ്ട്. ഇവിടെ അവരുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായിട്ട് വിട്ടുപോകരുത് എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. ഇത് കിങ് ഓഫ് കപ്സ് എനർജിയാണ്. സോ യെസ്, ഫീലിങ്സ് വളരെയധികം ഉണ്ട് അവരുള്ള. ലേഡീസ് ആയാലും ജെൻസ് ആയാലും നിങ്ങൾ അങ്ങനെ തന്നെ എടുത്തോളൂ. ഓക്കെ, ഇവിടെ പറയുന്നത് അവർക്ക് ഇമോഷൻസ് ഉണ്ട്, നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട് എന്നാണ്. ഓക്കെ, ബട്ട് മേ ബി സാഹചര്യവശാൽ ഓക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർത്തിട്ട്, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഓർത്തിട്ട് അവർക്ക് മേ ബി നിങ്ങളോട് എന്താ പറയുക, നിങ്ങളെ അവരുടെ ലൈഫിൽ സ്വീകരിക്കാൻ പറ്റാത്ത സ്ഥിതിയൊക്കെ ആയിരിക്കാം. ബട്ട് അവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, ഇവിടെ ലവേഴ്സ് എനർജി ഉണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ആ വളരെ ഒരു സ്നേഹത്തോടെ ഉള്ള ഒരു എനർജിയൊക്കെയാണ് എനിക്ക് കാണുന്നത്. ബട്ട് അവർക്ക് അഗെയിൻ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം കൂടി ഇവിടെ ഉണ്ട്. ഓക്കെ, അല്ല ഞാൻ വിചാരിച്ചു നിങ്ങളെ പേടിയെന്ന് എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ എന്തെങ്കിലും നോക്കാം എന്നേ വെച്ച് നിങ്ങൾ വിട്ടുപോകുക എന്നുള്ളൊരു പേടിയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഗുഡ്, ആ പേടി നല്ലതാണ് അല്ലേ. ഓക്കെ, ലെറ്റ്സ് സീ. Princess of Wands, King of Wands, okay, 3 of Pentacles and Queen of Swords. അഗൈൻ അവരുടെ ലൈഫിൽ അവരെ കൺട്രോൾ ചെയ്യുന്ന വേറെ വ്യക്തിയുണ്ട്. തീർച്ചയായിട്ടും തേർഡ് പാർട്ടി എനർജി വീണ്ടും വന്നിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് അഗൈൻ ഇവിടെ ഒരു ഭയം എന്ന് ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് അങ്ങനെ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ അവർക്ക് ഭയം ഇവിടെ എന്താണെന്ന് വെച്ചാൽ അവരുടെ തന്നെ
ഫീലിങ്സിന് ഭയമാണ് അവർക്ക്. ഓക്കെ, അവർക്ക് നിങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റിനെ കുറിച്ചാണ് അവർക്ക് ഭയം. ഓക്കെ, കാരണം അവർക്ക് അത്രത്തോളം നിങ്ങളെ വേണം അവരുടെ ലൈഫിൽ എന്ന് തന്നെയാണ്. ആൻഡ് ഒരു പാഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അവർക്ക് നിങ്ങളെ വേണം ലൈഫിൽ, അവരെ കൂടെ ആഗ്രഹിക്കുന്നുണ്ട് അവർ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അഗൈൻ ഇവിടെ തേർഡ് പാർട്ടി എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അവിടെ തടസ്സമുണ്ട്. ഓക്കെ, ക്വീൻ ഓഫ് സോർട്സ് എനർജീസ് ഫാമിലി ആവാം, വൈഫോ ഹസ്ബൻഡോ ആവാം, അല്ലെങ്കിൽ മാരീഡ് ആവാം, അങ്ങനെ, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഒരു തടസ്സം ഉണ്ടാക്കുന്നുണ്ട് എന്നൊരു എനർജിയാണ്. സോ അതുകൊണ്ട് തന്നെ മേ ബി നിങ്ങളെ ഫുള്ളി ചൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു അവരുടെ ഭയം എന്ന് ഇവിടെ ഞാൻ പറയുകയാണെങ്കിൽ അവരുടെ സ്വന്തം അവരുടെ ഉള്ളിൽ തന്നെ ഉള്ള നിങ്ങളോടുള്ള ഫീലിങ്സിനെയാണ് അവർക്ക് ഭയം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അവർ ആ ഒരു സ്നേഹം ശരിക്കും അവർക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയരുത് എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ടാവാം. സോ ഇവിടെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അവർ മേ ബി നിങ്ങളോട് പറയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും, ബട്ട് അത് തുറന്ന് പറയുന്ന രീതിയിലല്ല എനിക്ക് കാണുന്നത്. അവർ കൺട്രോൾ ചെയ്ത് വെക്കുന്നതായിട്ടാണ് കാണുന്നത്. സോ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബിക്കോസ് ഇവിടെ അഗെയിൻ തേർഡ് പാർട്ടിയുടെ എനർജി ഉള്ളതുകൊണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻ മുന്നോട്ട് പോകാൻ ഒരു പോസിബിലിറ്റി ഇല്ല എന്ന് ചിന്തിച്ചിട്ടായിരിക്കാം. ഓക്കെ, ഞാൻ മറിച്ചോളാം, സാരമില്ല. ഡെവിൾ എനർജി 5 കപ്സ്. സി അഗൈൻ ഞാൻ പറഞ്ഞത്, ഓക്കെ, അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ്. ഓക്കെ, ഞാൻ വിചാരിച്ച് ഒരു കാര്യമല്ല വന്നത്. എൻ്റെ മനസ്സിൽ ആ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ഞാൻ അറിയില്ല, എന്തോ ആ ഒരു ചിന്ത കയറി വന്നതാണ്. ബട്ട് എനിക്കിപ്പോൾ ഇവിടെ കാണുന്നത് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയമാണ് എനിക്ക് മെയിനായിട്ട് കാണുന്നത്. ഓക്കെ, നിങ്ങളെ ലൂസ് ചെയ്യാൻ അവർക്ക് വയ്യ, ഓക്കെ, നിങ്ങളെ നഷ്ടപ്പെടാൻ അവർക്ക് വയ്യ എന്ന രീതിക്ക് തന്നെയാണ്. പക്ഷെ എന്താ തുറന്ന് കാണിക്കാൻ ഓർത്തിയില്ല, ഓക്കെ, തുറന്ന് പറയാൻ ഓർത്തിയില്ല. ഓക്കെ, ഇവിടെ 5 കപ്സും ഉണ്ട്, 5 പെൻറ്റിക്കിൾസും ഉണ്ട്. രണ്ടും പറയുന്നത് അവർ ലോസിൻ്റെ കാര്യം ചിന്തിക്കുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡെവിൾ എനർജി വന്നിട്ടുണ്ട്. സോ ഡെവിൾ എനർജി പറയുന്നത് നിങ്ങൾ പേഴ്സണൽ ഒരു തടസ്സമുണ്ട് നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, ആ തടസ്സങ്ങൾ അവരുടെ മനസ്സിലുള്ള പേടികളായിരിക്കും. ഓക്കെ, അഗൈൻ അവരുടെ മനസ്സിലുള്ള പേടികൾ, അല്ലെങ്കിൽ അവർക്ക് സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ കാര്യം എന്ത് തന്നെയായാലും ചില ഫിയേഴ്സ് അവരുടെ ഉള്ളിലുണ്ട്. അവർ പലതും നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതും കൂടി പറയാം. നിങ്ങളെയും നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം മേ ബി അവരുടെ ഫാമിലി, അവരുടെ സ്റ്റെബിലിറ്റി, അവരുടെ ലൈഫ് അതുമൊക്കെ നഷ്ടപ്പെടരുത് എന്നുകൂടി ചിന്തിക്കുന്നുണ്ടാവാം. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ പക്ഷേ എവിടെയോ നിങ്ങളെ അവർ ഓക്കെ, ഡബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ടെംപ്ടേഷൻ എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, സോ നിങ്ങളോടുള്ള ആ ഒരു അട്രാക്ഷനെ കുറിച്ച് പറയാം. സോറി, അട്രാക്ഷൻ എന്ന് മാത്രമല്ല, നിങ്ങളോടുള്ള ഒരു നമ്മൾ പറയില്ലേ ഒരു ഹോൾഡ്, ആ അത്രയും പുൾ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളെ നഷ്ടപ്പെടരുത് എന്നവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. എൻ്റെ ഇവിടെ ഒരു ഭാഗത്ത് പക്ഷേ ഫാമിലി എനർജി വരുന്നുണ്ട് എനിക്ക്. സോ മേ ബി അവർ മാരീഡ്, ഞാൻ പറഞ്ഞ പോലെ സിറ്റുവേഷൻസ് ഉണ്ടാവാം, സാഹചര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അവർക്ക് ഒരു ഓവറോൾ പേടികളിൽ നമ്മൾ പറയുകയാണെങ്കിൽ പലതും അവർക്ക് നഷ്ടപ്പെടും. മേ ബി നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും, അല്ലേ? അങ്ങനെയായിരിക്കാം. സോ ഓവറോൾ ചില നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്തിട്ടുള്ള ഭയങ്ങളാണ് എനിക്ക് കാണുന്നത്. നിങ്ങളോടുള്ള സ്നേഹക്കുറവല്ല ഇവിടെ. ഓക്കെ, പ്രശ്നം അതല്ല, നിങ്ങളോടുള്ള സ്നേഹക്കുറവോ ഇഷ്ടക്കുറവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. നിങ്ങളെവിടേക്കോ നഷ്ടപ്പെടാനൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ അവരുടെ ലൈഫിൽ വേണം എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അത് പല കോംപ്ലിക്കേഷൻസ് കൂടുതൽ കൊണ്ടുവരും എന്നുള്ള ഒരു ഭയമാണ് ഇവിടെ. കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ അല്ലേ? ഇങ്ങനെ ഈ ഭയങ്ങൾ വെച്ചിരുന്നാലിപ്പോൾ നിങ്ങൾ പറയും എന്താ കാര്യം എന്ന് പറയും, ബട്ട് സത്യാവസ്ഥ അതാണ്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കാം. ലെറ്റ്സ് ഇനി നമ്മൾ ബാക്കി നോക്കട്ടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്. റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡ്, കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ്, ഹാർട്ട് ടേക്ക് ആൻഡ് ലോസ്. ഓക്കെ, സി ഇവിടെ ഈ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, ഇവർക്ക് ഐ തിങ്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളെ സ്വീകരിക്കുകയാണെങ്കിൽ, ഓക്കെ, എല്ലാവരും അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ നിങ്ങളെ സ്വീകരിക്കുകയാണെങ്കിൽ, റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല അറിഞ്ഞുകൊണ്ടൊരു നിങ്ങളെ സ്വീകരിക്കുക അവരുടെ ലൈഫിൽ, അല്ലെങ്കിലും ഈവൻ എന്തു തന്നെയായാലും ഓക്കെ, മേ ബി അവർക്ക് അവനവൻ്റെ ഒരു നിലനിൽപ്പുണ്ടല്ലോ അതിനെക്കുറിച്ചുള്ള ചിന്തയായിരിക്കാം ചിലപ്പോൾ. ഓക്കെ, അവർ മറ്റുള്ളവരുടെ മുമ്പിൽ അവരുടെ ഒരു ഇമേജ്, അല്ലെങ്കിൽ അവരുടെ ഒരു മാന്യത എന്ന് മീൻസ് അവരുടെ ഒരു ഇമേജ് മറ്റുള്ളവരുടെ മുമ്പിൽ, അല്ലെ, സൊസൈറ്റിയുടെ മുമ്പിൽ അവരിങ്ങനെ ആയിരിക്കണം എന്ന രീതിയിൽ അതിനെയൊക്കെ ചിലപ്പോൾ ബാധിക്കും എന്നുള്ള പേടിയായിരിക്കാം. ഇവിടെ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് കാണുന്നുണ്ട്. സോ അഗൈൻ ഇവിടെ എനിക്ക് കാണുന്നത് കോൺഫ്ലിക്റ്റിനെ അവർക്ക് പേടിയുണ്ട്, ഡിഫീറ്റിനെ അവർക്ക് പേടിയുണ്ട്. അതായത് മറ്റുള്ളവരെ എതിർക്കും. ഓക്കെ, നിങ്ങളുടെ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈവൻ ഞാൻ പറഞ്ഞ പോലെ തേർഡ് പാർട്ടിയെക്കുറിച്ച്, അല്ലെങ്കിൽ അവർ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളവരുമായിട്ട് ചിലപ്പോൾ തർക്കങ്ങൾ വരും, കോൺഫ്ലിക്റ്റ് വരും എന്നുള്ള പേടിയായിരിക്കും. ഹാർട്ട് ടേക്ക് ആൻഡ് ലോസ് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിലിപ്പോൾ ഒരു അകൽച്ച ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് അതിൻ്റെ വിഷമമുണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, അവർ ലൈക്ക് അത്രയും ആ ഒരു സ്നേഹം നിങ്ങളോടുണ്ട്, പക്ഷേ സാഹചര്യം കൊണ്ട് അവർക്ക് നിങ്ങളെ സ്വീകരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കൂടുതൽ അടുക്കാൻ പറ്റുന്നില്ല എന്ന രീതിക്കാണ്. പല ഭയങ്ങളും അവരെ പുറകോട്ട് വലിക്കുന്നുണ്ട് എന്നാണ്. ഓക്കെ, ആൻഡ് ഇവിടെ പ്രോസ്പെരിറ്റി ബിഗിൻസ് ഉണ്ട്. ഓക്കെ, പേഷ്യൻസ്. ഓക്കെ, വാവ്, സ്പിരിച്വൽ. അഗൈൻ സി
ട്രാപ്ഡ് ഇൻ ഫിയർ. അവരുടെ ഉള്ളിൽ ഒരുപാട് പേടികളാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. അവർ പല പേടികളും അവരെ തടഞ്ഞു നിർത്തുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഡിസെപ്ഷൻ എൻവി ഉണ്ട്. അവർ ചില ചീറ്റിംഗ് നിങ്ങളെ ചെയ്തിട്ടുണ്ട്. സെവൻ ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. അവർ നിങ്ങളെ ചില കാര്യങ്ങൾ ചീറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ അറിയോ എന്നുള്ളൊരു ഭയമുണ്ട്. എല്ലാം കൊണ്ട് ഓവറോൾ ലൈക്ക് നമ്മൾ പറയില്ലേ, സൊസൈറ്റിയെ പേടി, ഫാമിലിയെ പേടി, റിലീജിയൻ കാസ്റ്റ് വേറെ ആയതിൻ്റെ പേടി, ഓക്കെ, ചിലപ്പോൾ അവരുടെ തന്നെ ചില ഒരു മറ്റുള്ളവരുടെ മുമ്പിലുള്ള ഇമേജിനെ കുറിച്ച് ഓർത്തിട്ട്, അല്ലെങ്കിൽ പലതും നഷ്ടപ്പെടുമോ എന്നുള്ള, നിങ്ങളെ നഷ്ടപ്പെടാൻ വയ്യ എന്നാലോട്ട് അവരെ ലൈഫ് നഷ്ടപ്പെടും. ലൈഫിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഒരു ചിലതുണ്ടാവുമല്ലോ, അതിനെയും വിട്ട് കളയാൻ അവർക്ക് പറ്റുന്നില്ല. എല്ലാം കൊണ്ടും ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ജീവിക്കുന്ന ഒരു ട്രാപ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയിലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ നിങ്ങൾ പറയില്ലേ എപ്പോഴും സ്റ്റേബിളായിട്ട് നിൽക്കുന്നില്ല, നിങ്ങളോട് വളരെ എപ്പോഴും ചീൻ ആൻഡ് ഔട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ്. ഓക്കെ, ഇത് മനസ്സിലാക്കാം നിങ്ങൾ. ഈ ഒരു വ്യക്തി ഓക്കെ ഇവിടെ ഈ വ്യക്തി ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് വേറെ ആരോടെങ്കിലും ഒന്ന് നല്ലൊരു റിലേഷൻഷിപ്പ് ഒക്കെ വെക്കാൻ എങ്ങനെയാണ് സാധിക്കുക, ആലോചിച്ച് നോക്കൂ. ഓക്കെ, അവർ ഈ ഫിയേഴ്സിൽ നിന്ന് പുറത്തു വരണം, അതാണ് വേണ്ടത്. ബട്ട് ഇവിടെ എനിക്ക് ഓവറോൾ എനിക്ക് പ്രോസ്പെരിറ്റി ബിഗിൻസ് കാണുന്നുണ്ട്, പേഷ്യൻസ് ആൻഡ് സ്പിരിച്വൽ യൂണിയൻ. യെസ്, നിങ്ങൾ തമ്മിൽ മുന്നോട്ട് ഒരു കുറച്ചുകൂടി ബെറ്റർ ലൈഫ് ഉണ്ടാവും. ഓക്കെ, അതിന് ഇപ്പം നിങ്ങളോട് പറയുന്ന ഒരു അഡ്വൈസായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, നിങ്ങളോട് പറയുന്ന നിങ്ങളുടെ തന്നെ ഗ്രോത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ, നിങ്ങളുടെ തന്നെ ഒരു സ്റ്റെബിലിറ്റി, ഓക്കെ, നിങ്ങളുടെ ജീവിതം നിങ്ങൾ നന്നാക്കാൻ തൽക്കാലം ശ്രമിക്കും. ഓക്കെ, അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കൂ. ക്ഷമ വെച്ചിരിക്കാൻ പറയുന്നുണ്ട്, കുറച്ച് പേരോട് പേഷ്യൻസ് വെച്ചിരിക്കാൻ പറയുന്നുണ്ട്. സിറ്റുവേഷൻ ബെറ്റർ ആവും, മാറി വരും. ഓക്കെ, അവർ ഈ ഫിയേഴ്സിൽ നിന്ന് അല്പമെങ്കിലും അവർ പുറത്ത് വരും എന്നാണ് ഞാനിവിടെ സ്പിരിച്വൽ യൂണിയൻ കാണുന്നത്. നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങൾ ഒന്നാണ് എന്നാണ്. ഓക്കെ, ഇതിവിടെ നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, നിങ്ങൾ ആ ഒരു കണക്ഷൻ അത്രയും സ്ട്രോങ് കണക്ഷനാണ് നിങ്ങൾ തമ്മിൽ. ആ ഒരു ലവേഴ്സ് എനർജി, പാസ്റ്റ് ലൈഫ് കണക്ഷൻ, വരെ എന്ത് വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോളൂ. നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ, നിങ്ങൾ തമ്മിൽ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ഹൃദയങ്ങൾ കൊണ്ട് നിങ്ങൾ ഓൾറെഡി ഒന്നാണ്. ഓക്കെ, നമ്മൾ മാറിയിരിക്കേണ്ടി വരുന്നു. നമ്മൾ ഈ ലോകത്തിൻ്റെ പല കാര്യങ്ങളും നിങ്ങളെ മാറ്റിയിരുത്തുന്നു അല്ലെങ്കിൽ സെപ്പറേറ്റ് ആക്കുന്നു എന്നുള്ളതാണ്. ബട്ട് ഓവറോൾ അവരുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ യെസ്, ബാക്കി തേർഡ് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റേതായ തടസ്സങ്ങളാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, സോ ഇതാണ് അവരുടെ ഉള്ളിൽ പല ഫിയേഴ്സും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കില്ല എന്നൊക്കെ ഒരു തോന്നലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് അടുക്കാനുള്ള ഒരു ഭയം എന്ന രീതിക്ക് കൂടിയൊക്കെ എടുക്കാം. ഓക്കെ, എന്തായാലും ഭയങ്ങളിൽ പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.